ചാനൽ നമ്മളുടെ ഡേ 3 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വെഡിങ് ഡേ ആണ്. സച്ചു ബ്യൂട്ടി പാർലറിലാണ് നമ്മളിപ്പോൾ സച്ചുവിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ എന്നെ കണ്ടിട്ട് കല്യാണം കഴിക്കാൻ പോകണമെന്നുണ്ടല്ലേ, അപ്പം ഇച്ചിരി ഓവറായി പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല, ഇനി എനിക്ക് ഒരുങ്ങാനുള്ള അവസരം കിട്ടാറില്ല. ഇനി പ്രച്ചുവിനെ കല്യാണത്തിന് ചിലപ്പോൾ ഞാൻ വയസ്സായി പോകും. അതുകൊണ്ട് ഇപ്പോഴല്ലേ ഒരുങ്ങാൻ പറ്റുള്ളൂ. കുട്ടി ക്യൂട്ടി കുട്ടിയായിട്ടുണ്ട് അല്ലേ? അവിടെ പഠിക്കടാ. നിങ്ങൾ ചിലപ്പോൾ സച്ചുവിനെ വിളിക്കട്ടെ കേട്ടോ. ഞങ്ങളിപ്പോൾ പുന്നമട ബാക്ക് വാട്ടർ റിസോർട്ടിൽ വന്നു കേട്ടോ. സച്ചുവിന് ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. നമ്മൾ വീട്ടിൽ പോണതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ അതാ ഇവിടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ബാക്കിൽ. ഇവിടെ ശരിക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നേ. പിന്നെ പിറകിലാണെങ്കിൽ പുന്നമട കായലും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ആംബിയൻസിലുള്ള കുറേ ഫോട്ടോസൊക്കെ സച്ചുവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളും പിന്നെ ഉള്ള നേരം കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നേ. ശരിക്കും ഈ ഒരു ഫോട്ടോസ് തന്നെ കയ്യിലുള്ള കേട്ടോ. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആ ഒരു ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. ആ ഒരു വീഡിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഉടനെ കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എൻ്റെ ഈ ഒരു ഗൗൺ എവിടെ നിന്നാന്ന് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. ആക്ച്വലി ഇത് വാങ്ങിയതല്ല, സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. എൻ്റെ ഡ്രസ്സും ഇവാടെ ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്യിച്ചിട്ടുള്ളതാണ്. ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം എന്താവും എന്നുള്ളത്. കാരണം കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഞാൻ അവിടെ നിന്ന് അളവ് അയച്ചു കൊടുത്തിട്ടുണ്ടായുള്ളൂ. സച്ചു തന്നെയാണ് ഇവിടെ നിന്ന് ഡ്രസ്സിന് തുണി എടുത്തതും സ്റ്റിച്ച് ചെയ്യിച്ചതും എല്ലാം അവൾ തന്നെ കേട്ടോ. പക്ഷേ ശരിക്കും ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു ലുക്ക് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ലുക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ കുറച്ചധികം നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സച്ചുവിൻ്റെ കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ മാക്സിമം സിംഗിൾ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് തന്നെ കേട്ടോ പോയിട്ടുണ്ടായേ. അത് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും നേരെ ഉണ്ടായില്ല കേട്ടോ. കാരണം ചെക്കൻ എത്താറായിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പപ്പ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അവരെന്താ ചെയ്യണ്ടേ, വീട്ടിൽ നിന്ന് ഇറങ്ങണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവസാനം അവരോട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടോ. ഞങ്ങൾ നേരിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിലോട്ടാണ് പോയത്. കാരണം ഇനി വീട്ടിൽ ചെന്നിട്ട് ഇറങ്ങാനുള്ള നേരം ഉണ്ടാവില്ല. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് കാണാം കേട്ടോ. ഫസ്റ്റ് വൺ വെച്ചാൽ മേബലിൻ്റെ ഈ ഒരു ബേബി ലിപ്സ് ആട്ടോ. അടുത്തത് മാമാർത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇപ്രാവശ്യം ഞാൻ മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക് ആട്ടോ അധികം വാങ്ങിയിട്ടുള്ളത്. അടുത്തത് ലാക്മിയുടെ ഈ ഒരു ലൂമി ക്രീമാണ്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ പിന്നെ വാങ്ങിയതാട്ടോ. ഇനി അവസാനമായിട്ടുള്ളത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ മേബലിൻ്റെ കൊളോസൽ കാജലാട്ടോ. അപ്പോൾ ഈ 5 പ്രോഡക്റ്റ്സ് ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കണേ. അതിന് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലെത്തി. ഇവിടെ ആണെങ്കിൽ വെൽക്കം ഡ്രിങ്കും അതുപോലെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ പാചകത്തിലെ സഹറു എനിക്ക് അയച്ചു തന്നിട്ടുള്ള വീഡിയോസാണ്. ഞാൻ ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നോക്കാൻ തന്നെ വിട്ടുപോയിട്ടുണ്ടായേ. നമ്മുടെ കല്യാണം നടന്നിട്ടുണ്ടായത് ആലപ്പുഴയിലുള്ള രാജധാനി കൺവെൻഷൻ സെന്ററിൽ വെച്ചാട്ടോ. സച്ചു ആണെങ്കിൽ ഫോട്ടോസ് എടുക്കേണ്ട ആ ഒരു തിരക്കിൽ വെയിലത്തൂടെയൊക്കെ നടന്നിട്ട് ഫേസൊക്കെ കുറച്ചൊന്ന് ഡള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ ഇൻഫിനിറ്റ് ബ്യൂട്ടിയിലാട്ടോ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായേ.
അതിന് ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. കാരണം നമ്മൾ വീട്ടിൽ പോകാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് കൈൻഡ് ഓഫ് ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാണ് ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ. അങ്ങനെ എല്ലാവരും ചോദിച്ച് അവസാനം ഞാൻ കല്യാണം കഴിക്കാൻ പോകും. അതന്നെ കല്യാണം പെണ്ണായിട്ടോ തീർന്നല്ലോ, തീർന്നല്ലോ. ഇപ്പൊ വരും കേട്ടോ, ചെക്കൻ ഇപ്പൊ വരും. നമ്മളിവിടെ അവസാനം കണ്ട ഫോട്ടോഷൂട്ട്, സിംഗിൾ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സച്ചിനൊരു സിംഗിൾ ഫോട്ടോഷൂട്ട് ഇല്ല, സച്ചിന്റെ ലാസ്റ്റ് സിംഗിൾ ഫോട്ടോഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചെക്കൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കനെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും എന്താ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ശരിക്കും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനും അഫിയൊന്നും റസലിനെ കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഫീലൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഓൾറെഡി കണക്റ്റഡ് ആയിരുന്നു. ചെക്കൻ അങ്ങനെ വന്നിട്ട് അച്ചപ്പയാൻ കറിയാണ്. ചെക്കൻ ഈ റൂമിൽ പെണ്ണ് പുറത്തിറങ്ങില്ല, പെണ്ണിന് മറ്റേ മാസ് എൻട്രി ആയിട്ട് പുറത്തിറങ്ങാൻ നിൽക്കട്ടോ. ഇവിടെ കുറെ കോട്ടിട്ട ആൾക്കാരുണ്ട്, ഇനി കൊണ്ടിട്ട ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും കാണില്ല. വരുന്നുണ്ട് നമ്മുടെ ചെക്കൻ. താങ്കളുടെ മകൾ സുഹൈനെ മേൽപ്പറയപ്പെട്ട സ്വർണ്ണാഭരണ മഹറിന് പകരമായി താങ്കൾ എനിക്ക് നിക്കാഹ് ചെയ്ത് ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നതിനെ ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. ഞങ്ങളിവിടെ ഇങ്ങനെ റൂമില് വെയിറ്റ് ചെയ്യാട്ടോ. അവിടെ നടക്കാണ്. നമ്മളിപ്പോ സഞ്ജുവിന്റെ എൻട്രി ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷൻസിലാണ് ഇവിടെ. ഹോൾ ടീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത്ര ആരോഗ്യമില്ലാതെ അയ്യോ ഇനിയിപ്പോൾ സച്ചുവിൻ്റെ എൻട്രി ആണ്. അവൾ ഇതുവരെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഓഡിറ്റോറിയത്തിൽ ആരും അവളെ കണ്ടിട്ടുണ്ടായില്ല. അവൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അവൾ ആരും കാണരുത്, അവൾ സ്റ്റേജിൽ വരുമ്പോൾ മാത്രമേ എല്ലാവരും കാണാവുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരാളെ കയറ്റാണ്ട് അവൾ റൂമിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിലിപ്പോഴാണ് ശരിക്കും എല്ലാവരും സച്ചുവിനെ കാണുന്നത്. അപ്പോൾ അവളുടെ ഒരു എൻട്രി ഒക്കെ അവൾ തന്നെ പ്ലാൻ ചെയ്തു സെറ്റാക്കിയിട്ടുള്ള കേട്ടോ. പക്ഷെ ആ ഒരു മൊമെൻറ്റ് ഫുള്ള് കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ഓഡിറ്റോറിയം ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായത് ABM ആയിരുന്നേ. അവർ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പറഞ്ഞതിനേക്കാളും അടിപൊളിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നേ. മൊമെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം അവൾ ആ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു ലൈഫിലേക്കാണ്. നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരാളല്ല. ഇനി തൊട്ട് അവൾക്ക് വേറൊരു ലൈഫും കൂടി ഉണ്ട്, വേറെ കുറേ ബന്ധുക്കളുണ്ട്. ഈ ഒരു പുതിയൊരു ലൈഫിലേക്ക് അവളിങ്ങനെ കാല് വെച്ച് പോവുകയാണ്. ആ ഒരു സമയത്ത് ശരിക്കും എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അങ്ങനെ ഫൈനലി സച്ചു സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നേരിട്ട് കാണാനായിട്ട് നല്ല രസമായിരുന്നേ. അവൾ
ഇങ്ങനെ പുറത്ത് നോക്കായിരുന്നേ. ശരിക്കും ഞാൻ പറഞ്ഞ ആ ഒരു ഫീലിംഗ് ആട്ടോ ഉള്ളിലുണ്ടായത്. അതായത് സന്തോഷമുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഒരു പ്രത്യേകതര ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇവ ഇങ്ങനെ ഭയങ്കര ആളായിട്ട് കറങ്ങി നടക്കാട്ടോ. ഇവയുടെ ഒരു ഡ്രസ്സൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഇവ പിന്നെ സ്റ്റേജിൽ കയറണം, റിസൾട്ടിന് പൂ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് സ്റ്റേജിൽ കയറി പോയിട്ടുണ്ട്. അവൾ മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവർ കല്യാണത്തിന് മുന്നേ എന്തൊക്കെയൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇവ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇവക്ക് അതുകൊണ്ട് തന്നെ റിസൾട്ട് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഷൈ ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാണ്. മഹർ കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരും, പെണ്ണിൻ്റെ കൂട്ടരും ചെക്കൻ്റെ കൂട്ടരും എല്ലാവരും സ്റ്റേജിലുണ്ട്. അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റസലിന് ഒരു പെങ്ങളാട്ടോ ഉള്ളത്, റിസാന കല്യാണം കഴിഞ്ഞിട്ട് ഖത്തറിൽ സെറ്റിൽഡാണ്. ഒരു കുഞ്ഞ് ബേബി ഉണ്ട് കേട്ടോ. പിന്നെ ഉമ്മായും വാപ്പായും മാത്രമേ ഉള്ളൂ. ഇവർ എറണാകുളത്താണ് റസലിൻ്റെ വീട്. ഇതൊന്നും ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, കുറേ പേർക്കൊന്നും അറിയില്ല. അങ്ങനത്തെ കല്യാണ പരിപാടികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് അഫിയുടെ ഫാമിലി ആട്ടോ. അഫിയുടെ ഉമ്മയുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും ഒരു വലിയ ബസ്സൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടായി. അങ്ങനെ അവരെല്ലാവരെയും കൂടെ ഒന്നിച്ച് സ്റ്റേജിൽ കയറ്റിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അവരെല്ലാവരെയും കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരാണെങ്കിലും അവിടെ നിന്ന് ആലപ്പുഴ വരെ എല്ലാവരും ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടായേ. ഉമ്മച്ചിയും പപ്പായും ഒന്നിച്ച് നിർത്തി ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആട്ടോ. ഉമ്മച്ചിയെ കിട്ടുമ്പോൾ പപ്പായ കിട്ടില്ല. രണ്ടാളെയും കൂടെ ഒന്നിച്ച് കിട്ടുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് മാത്രം നടക്കേണ്ട സംഭവമാണ്. സമയം ഒരുപാടായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട്. അങ്ങനെ പെണ്ണും ചെക്കനും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നല്ല പാട്ട്. നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തപ്പം ഇവിടുത്തെ തന്നെ കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായത്. പ്രിൻസ് ചേട്ടനും അക്കുച്ചേട്ടനും കേട്ടോ. അവരുടെ ആയിരുന്നു ഒരു കാറ്ററിങ്. അതും നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ അവരെല്ലാം ചെയ്തിട്ടുണ്ടായത്. ഫുഡൊക്കെ ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആളുകൾ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ഫുഡ്. ഇന്നലത്തെ ഫുഡ് നല്ല ഐസ്ക്രീം കുത്തി കേട്ടുണ്ട്. രണ്ടാമത്തെ ഐസ്ക്രീമാണ്, ഫോണിങ്ങിലാണ്. ടയർഡായോ? എന്താണ് ചോദിച്ചു പറയിപ്പിച്ചാണ്. അല്ല, സത്യസന്ധമായ അഭിപ്രായം ഞാൻ കിട്ടണം. എന്തോ തരാമെത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ആദ്യമേ വിളിച്ചത് അവളെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് തന്നെ വിളിച്ചു. അച്ചു എന്തുവാടി സച്ചിനെ കണ്ടപ്പോ ആദ്യം തോന്നുന്നത്? സച്ചിനെ കണ്ടപ്പോഴല്ല, ഞങ്ങള് ഫോൺ ത്രൂ കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ എന്ത് തോന്നി ആദ്യം കണ്ടപ്പോ? ഒറ്റ 1.5 മണിക്കൂർ സംസാരിച്ചല്ലേ? പിന്നെ വെച്ച് ഹാപ്പിയാണോ? എനിക്ക് ഫുഡാ വലുത്, എന്നിട്ട് എന്റെ മക്കളുള്ളത്. എങ്ങനെ സഹിക്കുന്നു ഇതിപ്പോ? എത്ര കൊല്ലമായി? 8 കൊല്ലമായി. ഒന്നുകൂടെ കിട്ടാൻ തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്. എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നല്ലതിന് കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ട് ഇത്ര നല്ലൊരു കുട്ടീനെ ഇനി കിട്ടില്ല. കൊണ്ടോ
ഞങ്ങൾ ടീം ഇക്കാക്കാണ്. അത് ശരിയാ ശരിയാ. ഈ അമ്മാനെയൊക്കെ കയ്യില്, അമ്മായി ഉമ്മച്ചിയൊക്കെ നീ കയ്യിലേക്കാക്കട. അതെ ആട്ടുവ. കഴിഞ്ഞില്ല, കഴിഞ്ഞ. ഇനിയിപ്പോൾ നമ്മൾ പോവാനായിട്ട് ഇറങ്ങാണ്. ഈ ഒരു മൊമെൻ്റ് അറിയാമല്ലോ, നമ്മൾ എത്ര കരയരുത് എന്നൊക്കെ പറഞ്ഞ് നിന്നാലും കരഞ്ഞു പോകുന്ന സമയമാണ്. അപ്പോൾ സച്ചു മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കരയില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടും അവളിടയിൽ കൂടെ കരയണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയാണെങ്കിലും ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഉമ്മച്ചിക്ക് കുറേ ആയിട്ട് അവളും ഉമ്മച്ചിയും മാത്രമുള്ള ലോകമായിരുന്നേ. ഞാനും കൂടി ഇല്ലാത്തതായതോടുകൂടി അവർ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു രണ്ടാളും. അപ്പോൾ ഉമ്മച്ചി ഇനിയിപ്പം ഒറ്റയ്ക്കായി പോവും, അതിൻ്റെ ഒരു സങ്കടം ഉമ്മച്ചിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സച്ചു കുറച്ചൊക്കെ കരഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കടിച്ചു പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവാണെങ്കിൽ അവളുടെ കൂടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും വിചാരിച്ച് ഇവ ഇനി കരയോ പ്രശ്നമാക്കോ, ഇവളുടെ കാര്യത്തിൽ നല്ല ടെൻഷനായിരുന്നു. കാരണം അവൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് സച്ചുവിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അവരും ഭയങ്കര കണക്റ്റഡ് ആട്ടോ. അപ്പം ഇനി അവൾ പോയി കഴിയുമ്പം ഇവ കരയോ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവ ഭയങ്കര സീനൊന്നും ഉണ്ടാക്കിയില്ല. ജസ്റ്റ് ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞല്ലാണ്ട് ഭയങ്കര കരച്ചിലും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ എന്തായാലും അടുത്ത ദിവസം അവൾ വരും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുകയുണ്ടായേ. ഞാൻ കുറച്ച് ഞാൻ എന്റെ കല്യാണത്തിന് എന്നെ കരഞ്ഞിട്ടില്ല. ഒന്ന് പോയി, ഇത് പോയില്ലേ? അങ്ങനെ അവർ പോവുകയാണ്. റിസപ്ഷനൊക്കെ വെച്ചേക്കണത് നാളെ ആട്ടോ. സാധാരണ നമ്മൾ വൈകിട്ട് തന്നെ അല്ലേ വെക്കാറ്. പക്ഷെ ഇതിപ്പോൾ എറണാകുളം ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ ഇനി ലേറ്റ് ആവും. ഫുള്ള് ടയേർഡ് ആവണ്ടെന്ന് വെച്ചിട്ട് അടുത്ത ദിവസമാണ് റിസപ്ഷനൊക്കെ വെച്ചിട്ടുള്ളത്. വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ആകെ കരഞ്ഞ് സീനാക്കിയിട്ടുണ്ടായേ. പിന്നെ ഉമ്മച്ചീനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഉമ്മച്ചീനെ ഒന്ന് റെഡി ആക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നേ. കരച്ചില്ല നല്ല രണ്ടടിപൊളി മരുമക്കളെ കിട്ടിയില്ലേ? എന്നെ പൊക്കാൻ വരെ ആരെയും വേണം, ഞാൻ തന്നെ പൊക്കിക്കോളാം. ഉമ്മച്ചി എന്തിനാണ് കരയുന്നതെന്ന് ഉമ്മച്ചിക്ക് തന്നെ അറിയില്ല കേട്ടോ. കാരണം അവളുടെ കാര്യത്തിൽ ഉമ്മച്ചി ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അവളിങ്ങനെ പോയി കഴിഞ്ഞപ്പം അത് അങ്ങനെ ആണല്ലോ നമുക്ക്. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു വന്നെങ്കിലും ഞാനും കൺട്രോൾ ചെയ്ത് കരയാണ്ട് പിടിച്ച് നിൽക്കണ്ടായിരുന്നേ. അങ്ങനെ കല്യാണ പെണ്ണൊക്കെ പോയിട്ടാ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് എല്ലാവരും അടിച്ചിറക്കി, ഇവിടെ എല്ലാം കഴിഞ്ഞു. ദീദി നാളെ വരും. ഇനിയിപ്പോൾ നാളെ റിസപ്ഷനാണ്. സോ നമ്മൾ ഇന്നല്ല കേട്ടോ റിസപ്ഷൻ, നാളെ നമ്മൾ നാളെ വൈകിട്ട് പോയിട്ട് അവിടെ വിളിച്ചിട്ട് വരും. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാട്ടോ.